അങ്ങനെ നമ്മൾ പത്തനംതിട്ട ജില്ലയിലൂടെ സഞ്ചരിക്കുന്ന യാത്രയിൽ മസ്റ്റ് വിസിറ്റ് എന്നുള്ളൊരു പ്ലേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു കർഷക കഫേയാണ്. അരുവാപ്പുലം സ്വാദ് എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് കോന്നിക്കൊരു 4 കിലോമീറ്റർ മുന്നെയാണ് ഇവിടെ എത്തുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 4-5 കിലോമീറ്റർ ഉള്ളിൽ കോന്നി എത്തും. ഇത് ശരിക്കും പത്തനംതിട്ട ജില്ലയുടെ ഒത്ത നടുക്കാന്നാണ് പറഞ്ഞത്, കർഷക കഫേ. ഇവിടെ ഇവർ നല്ല കാച്ചിൽ, ചേമ്പ്, ഈ എന്താ പറയുക, കപ്പ, നല്ല നാടൻ ഏത്തപ്പഴം ഇതെല്ലാം വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റ് കൂടിയാണ്. ഇത് കൂടാണ്ടാണ് കർഷക കഫേ. ഇവിടെയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കൂട്ടുപുഴുക്ക്, കുത്തരിക്കഞ്ഞി, അതൊക്കെ ഉച്ച സമയത്തായിരിക്കും. എന്തായാലും ഇതിപ്പോൾ രാവിലെ ആണല്ലോ, നമുക്കൊന്ന് നോക്കാം. കർഷക കഫേ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണല്ലോ. അവരിവിടെ നമ്മൾ ഒരു പൊല്യൂഷനും ഇല്ലാതെ ഭക്ഷണം കഴിക്കുക. അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിളവാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ഭക്ഷണം എടുക്കുകയാണ്. ഇച്ചിരൂടെ കഴിഞ്ഞ് വരികയാണെങ്കിൽ 11 മണിയായിരുന്നെങ്കിൽ കഞ്ഞിയും അസ്ത്രവും കഴിക്കാമായിരുന്നു. അത് പറ്റിയില്ല. 2 തരം ചട്നിയാണ് അല്ലേ? ഇത് മുളക്, വറ്റൽമുളക്, തൈര് കാന്താരി ചമ്മന്തിയും, മുളക്, വറ്റൽമുളക് വറുത്ത ചട്നി. ഇത് നോക്കി എന്തൊക്കെയാണെന്ന് നോക്കി. കാച്ചിലും ചേമ്പും മധുരക്കിഴങ്ങും കപ്പയും. ഇത് നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഈ കർഷകർ കൊണ്ടുവരുന്നതാണല്ലേ ഇവിടെ? അതായത് പല സ്ഥലത്തു നിന്നുള്ള അവരുടെ കാർഷിക വിള ഇവിടെ കൊണ്ടുവന്ന് കർഷകർ കൊണ്ട് അവിടെ തൂക്കിത്തരാം. നിങ്ങളിവിടെ ഔട്ട്ലെറ്റിൽ കൂടെ വിൽക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് വാങ്ങിക്കും. പിന്നെ അപ്പുറത്തുള്ള ഔട്ട്ലെറ്റിൽ എന്താ ഉള്ളത്? അതാ ഞാൻ ചോദിച്ചത്. വാങ്ങിക്കുന്നുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുമല്ലോ. കൊടുക്കാനുള്ള ഔട്ട്ലെറ്റും ഉണ്ട്, ഇവരുടെ ആവശ്യത്തിന് ഇവർ ഉപയോഗിക്കുന്നുമുണ്ട്. കഞ്ഞിയൊക്കെ ഒരു 11 മണിയാകും അല്ലേ? അടിപൊളി. കാച്ചിലും ചേമ്പും ഓക്കെ. അതായത് ഇത് കാന്താരി തൈര് ചമ്മന്തിയാണ്. ശരി, അടിപൊളി. ഇത് മുളക്, വറ്റൽമുളക്, നല്ല വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഗംഭീരം. ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ ഒറിജിനൽ ഫുഡെന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ നാട്ടിലെ ഇഡലിയും ദോശയൊക്കെ തന്നെ പിന്നീട് പുൽക്കാലത്ത് വന്നതാണ്. കൃഷിയായിരുന്നല്ലോ ബേസ് ചെയ്യുന്നത്. നമ്മുടെ രാവിലെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം പുഴുങ്ങിയതും പിന്നെന്താ കഞ്ഞി, ഇതൊക്കെ തന്നെയായിരുന്നു ഭക്ഷണം. അതായിരുന്നു പണ്ടത്തെ നമ്മുടെ പൂർവികരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളി. ഇത് കുറേ കാലം കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഇതുവഴി വരുമ്പോൾ ഇവിടെ വന്ന് കാരണം. ഇതിപ്പോൾ എത്ര വർഷമായി? 1 വർഷമായി. ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ കർഷക കഫേയെക്കുറിച്ച്. എന്ത് സന്തോഷം, ആസ്വാദനം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ മധുരക്കിഴങ്ങാണ്. പിന്നെ എനിക്ക് കപ്പയും വലിയ ഇഷ്ടമാണ്. ചേമ്പും കാച്ചിലും ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഇഷ്ടം. എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു കോംബോ. നിങ്ങൾ പഴം പുഴുങ്ങിയത് കൊടുക്കില്ല അല്ലേ? പഴംപൊരി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പഴം പുഴുങ്ങിയത് വെച്ചിട്ടില്ല. നാടൻ ഏത്തപ്പഴം കിട്ടുന്ന സ്ഥലമാണല്ലോ. കൊടയൊക്കെ തൂക്കിയിട്ടുണ്ട് അവിടെ. ഇത് കൃഷിഭവൻ്റെയും പഞ്ചായത്തിൻ്റെയും കൂടെ ചേർന്നുള്ള സംരംഭമാണ്. എത്ര ലേഡീസ് ഉണ്ട് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്? ഇവിടെ 3 പേര്, ഗ്രൂപ്പിലുള്ളതെങ്കിൽ 2 പേര് അവൾ സ്റ്റാഫായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ 6 പേര് ഇപ്പം ഗ്രൂപ്പിലുണ്ടെങ്കിൽ. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഗ്രൂപ്പാണിത്? കർഷകരുടെ ഗ്രൂപ്പാണ്. കർഷക ഗ്രൂപ്പാണ് അല്ലേ? കൂട്ടായ്മ. ഓക്കെ. ഇതുപോലെ ഒരു ഔട്ട്ലെറ്റേ ഉള്ളൂ അതോ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ? വേറെ നമ്മുടെ പഞ്ചായത്തിൽ ഇതേ ഉള്ളൂ ഇപ്പം. ഇവിടെ പിന്നെ അരുവാപ്പുലം റൈസ് എന്ന് പറഞ്ഞ് അരി ഇറക്കിയായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ പ്രസിഡന്റിന്റെ അരുവാപ്പുറം ചില്ലീസ് ചെയ്തു ഞങ്ങളെല്ലാം കൂടി. ഓ, അരുവാപ്പുറം എന്ന് പറഞ്ഞ ഈ പഞ്ചായത്തിന്റെ ചില്ലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ മുളക് കൃഷി, അതിൻ്റെ തന്നെ അരി, മുളക്, ഇതെല്ലാം ഇവർ ഇറക്കിയ കാര്യങ്ങളാണ്. പിന്നെ ഇത് മറ്റൊരു സംരംഭം അല്ലേ? ഇത് അതിനോട് ചേർന്ന് തന്നെ ഞങ്ങളെല്ലാം കൂടെ ചേർന്നു. ഞങ്ങളുടെ നേരത്തെ ഇരുന്ന കൃഷി ഓഫീസർ നസീറ ബേഗം എന്ന് പറഞ്ഞു ഞങ്ങൾക്കിത് ഇട്ട് തന്നു. ഇപ്പൊ ജില്ലയിലാ വേറെ ഓഫീസറായിട്ട്. മാഡത്തിൻ്റെ നല്ലൊരു ആശയമായിരുന്നു അല്ലേ ഇങ്ങനെ ഒരു കർഷക കഫേ? ഇനി ഇതുപോലെയൊക്കെ അല്ലാണ്ട് ഒരിടത്തും കിട്ടത്തില്ലല്ലോ ഇങ്ങനെ നമ്മുടെ നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം പുഴുങ്ങിയതല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ചും ഉണ്ട് അല്ലേ? 10 മണിയൊക്കെ കഴിയുന്ന കഞ്ഞി, പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട്. ചോറും മീൻ കറിയുള്ള ചിലപ്പോൾ പിന്നെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങൾ എത്ര മണിക്ക് ക്ലോസ് ചെയ്യും? ക്ലോസ് ചെയ്യുന്ന ടൈം എപ്പോഴാണ്? 5:30 ഇതുവരെയും ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത്. സീസണൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഓക്കെ. അത് നോക്കി കണ്ട് ചെയ്യല്ലേ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട്. കൊള്ളാം പരിപാടി. നല്ലൊരു കോൺസെപ്റ്റ് തന്നെ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കർഷക
കൂട്ടായ്മ, കർഷകരുടെ ഒരു ഐ മീൻ അവരുടെ ഒരു കൂട്ട്, കുറേ ലേഡീസ് ചേർന്നിട്ട് കട്ടൻ കാപ്പി. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഈ കട്ടൻ കാപ്പിയെല്ലാം കുടിക്കുക. അല്ലെങ്കിൽ കാപ്പിയൊന്നും കുടിക്കുന്ന ആളല്ല. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങുമ്പോൾ, തമിഴ്നാട്ടിൽ പോകുമ്പോൾ, ഇതുപോലെയുള്ള നാടൻ കടകളിൽ കയറുമ്പോൾ. ഇന്നിപ്പോൾ പഴംപൊരി ആയിട്ടാണ് അവർ ഏത്തപ്പഴത്തിനെ റെഡിയാക്കി. അത് പഴുത്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഇതുവഴി വരികയാണെങ്കിൽ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ കോന്നി റൂട്ട് പിടിക്കുകയാണെങ്കിൽ കർഷക കഫേ റോഡ് സൈഡ് തന്നെ കണ്ടുപിടിക്കാൻ ഒരുപാട്. നമ്മൾ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. കോന്നിക്ക് ഒരു 4 കിലോമീറ്റർ മുന്നേ എത്തും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ കാച്ചിൽ, ചേമ്പ്, ചേന, നല്ല നാടൻ ഏത്തക്ക, കൂമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവരുടെ കർഷകർ കൊണ്ട് ഇവിടെ കൊടുക്കും. ഇവരുടെ ആവശ്യത്തിനെടുത്ത് ഇവർ പുറത്തേക്കും സെയിലുണ്ട്. ഇത് ചെറിയ ഇതല്ല കുമ്പളങ്ങാന്നല്ലേ, കുമ്പളങ്ങാന്നല്ലേ ഇവിടെ പറയുന്നത്. കുമ്പളങ്ങ ചെറിയ ഈ ഷേപ്പിലെ കുമ്പളങ്ങ. ചേമ്പൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. മധുരക്കിഴങ്ങ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് തൂക്കിയൊക്കെ വാങ്ങാം. എങ്ങനെയാണ് വിലയല്ല? ഏത്തക്കല്ല എന്ത് വിലയ്ക്കാണ് കൊടുക്കുക? കിലോയ്ക്ക് 60. പിന്നെ ഈ മധുരക്കിഴങ്ങ് 50 രൂപ ഒരു കിലോ. അങ്ങനെ ഓരോന്നും വിലയുണ്ട്. പിന്നെ ഇതുണ്ട് കപ്പയ്ക്ക് 40 രൂപ, കാച്ചിൽ 65, ചേമ്പ്. അങ്ങനെ ആണ് വിവര പട്ടിക. ഇങ്ങനെയാണ് പോകുന്നത്. വാങ്ങിച്ചിട്ട് പോവാം, വേണമെങ്കിൽ വാങ്ങിച്ചിട്ടും പോവാം. ഞാൻ കഴിച്ചതിന് എന്താ സാധാരണ ചാർജ്? 50 രൂപയേ ഉള്ളൂ. ഇത്രയും പിന്നെ കിഴങ്ങെല്ലാം കൂടെ വേവിച്ചതും വിത്ത് ചട്ടി ഓൺലി 50 റുപ്പീസ്. വളരെ കുറവാണ്. അപ്പോൾ ഇവർ 3 പേരാണ് ഇവിടുത്തെ പ്രധാന ആൾക്കാർ. പോയിട്ട് വരട്ടെ എന്നാ. ഇനി വരെ ശരിക്കും പറഞ്ഞാൽ കഞ്ഞി കുറച്ച് പറ്റുമെങ്കിൽ ഞാൻ കല്ലേലി അപ്പൂപ്പൻ്റെ അവിടെ പോയേച്ച് ഒന്ന് വന്ന് നിങ്ങളെനിക്ക് പിന്നെ എന്താ പറയുക, വയണയിലേപ്പം ചക്ക ചേർത്തതും കൊഴുക്കട്ടയൊക്കെ ഇനി ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. പറ്റുമെങ്കിൽ വന്ന് എടുത്തിട്ട് പോകാം. ഓക്കെ, അങ്ങനെ ഹാപ്പി ആയിട്ട് ഇതേ പോകണം തിരിച്ചു. കുത്തരി കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം സമയം തെറ്റിപ്പോയി. പിന്നെ ഈ പത്തനംതിട്ട ജില്ലയുടെ സ്പെഷ്യലാണല്ലോ അസ്ത്രം, അതും എല്ലാം ഉണ്ട്. സാധാരണ വന്നാൽ കുറച്ചുകൂടി കഴിയണം. നമ്മൾ കല്ലേലി അപ്പൂപ്പൻ്റെ കാവിൽ നിന്നും കുറച്ച് മുന്നോട്ട് ഒരു 2-3 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇത് കല്ലേലി പാലമാണ് അങ്ങോട്ട് പോയാൽ. പക്ഷേ നേരെ കാണുന്ന റൂട്ടുണ്ട്. ദാറ്റ് ഇസ് ദ വനപാത, കാട്ടു റോഡാണ്. ദാറ്റ്സ് റിയൽ ഫോറസ്റ്റ് റോഡ്. അതായത് റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഫോറസ്റ്റ് നമ്മുടെ ഈ കാറൊന്നും പോവില്ല, അത്രയും പാടായിരിക്കും. അപ്പോൾ അത് നേരെ അച്ചൻകോവിലേക്ക് പോകുന്ന ഒരു വനപാതയാണ്. ആനിമൽ സൈറ്റിംഗ് ഒക്കെ ധാരാളം ഉണ്ടാവും. ചിലപ്പോൾ ആന റോഡിൽ ഇറങ്ങി നിൽക്കും, ജീപ്പെല്ലാം പോവും. പക്ഷെ നമ്മുടെ വാഹനം പാടായിരിക്കും, അടിതട്ടുന്ന പോലെ. കാര്യം ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. ഭയങ്കര ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയയാണ്. പക്ഷേ രസകരമായ പാത്താണ്, അലൗഡാണ്. പക്ഷേ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എഴുതി കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. നമ്മളവിടെ എഴുതി കൊടുത്തിട്ടില്ല. ഇതുവഴി പോകാൻ പ്ലാനില്ല ഇപ്പോൾ. നമ്മൾ ജസ്റ്റ് ഈ കല്ലേലി ബ്രിഡ്ജ് ഒന്ന് പാസ് ചെയ്തിട്ട് അവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് ആ സൈഡിൽ, അതൊന്ന് നോക്കിയിട്ട്. വനപാത എന്നൊക്കെ പറയുമ്പോഴേ കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. നമ്മളിപ്പോൾ വനപാതയിലൂടെ വേറൊരു വനപാതയിലൂടെ സഞ്ചരിക്കുന്ന, മറ്റേ വനമല്ല കേട്ടോ, വനമേഖലയല്ല. ദിസ് ഇസ് ഡിഫറെൻറ്റ്. ആദ്യം ഈ പാലത്തിൽ കൂടി കയറി വന്ന വഴിയാണ്. വാട്ടർഫോൾസ് തേടിയുള്ള യാത്ര. ഇത് നടന്നു പോകേണ്ട സ്ഥലം അത്രയും ദൂരം ഉണ്ടെങ്കിൽ പോവില്ല, നമ്മൾ തിരിച്ചു പോകും. ഈ റൂട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയൊരു വാട്ടർഫോൾസ് തപ്പി വന്നാണെങ്കിലും അത് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ കിട്ടാതിരിക്കാം. പോകുന്ന വഴിക്ക് നോക്കിയാൽ ചെറിയൊരു വാട്ടർഫോൾസ്, നല്ല രസമുണ്ട്. ഇവിടുത്തെ എന്ത് നല്ല വെള്ളം, നല്ല തെളിനീര് പോലത്തെ വെള്ളം. വെള്ളത്തിൽ ചവിട്ടി നമ്മൾ പോകുന്നു. ആ മേളിൽ നിന്ന് വരുന്ന കറക്റ്റ് ഊറ്റാണ്. മുകളിൽ നിന്ന് വരുന്ന മലവെള്ളം ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്നു. ഭയങ്കര മഴയൊക്കെ മുകളിൽ പെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര എന്താ പറയുക, വലിയ ശക്തമായിട്ട് താഴേക്ക് വരും. ഈ ഞാൻ നടക്കുന്ന പ്രദേശം മുഴുവൻ വെള്ളം പോയിക്കൊണ്ടിരുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ, മേളിലിപ്പം മഴയില്ല. ആ മലയുടെ മുകളിൽ മഴയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്രയും നേർമയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. അത് ഇവിടെയൊക്കെ കുത്തി ഒഴുകി പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ നനഞ്ഞു കിടക്കുക. ഇപ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പക്ഷേ മുകളിൽ മഴ പെയ്യുകയാണെങ്കിലും പെട്ടെന്നായിരിക്കും മലവെള്ളം വരുന്നത്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റേ അട്ടയുണ്ടല്ലോ, നമ്മുടെ രക്തം കുടിക്കുന്ന അട്ട, അതുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ
ചവിട്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ കാലിലൊക്കെ ഇങ്ങനെ ഇരിക്കും. ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വലിയ മരങ്ങളൊക്കെ, ഇത് വനപ്രദേശമാണ്. ചെറിയൊരു വാട്ടർഫോൾസ് ആയിട്ട് ഇപ്പം നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ സ്വഭാവം മാറാം. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. ഇത് രസമല്ലേ, ഒരു ശാന്ത സുന്ദരമായ ഒരു വനപ്രദേശം. ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം മാത്രം. ഇഷ്ടംപോലെ ആനിമൽസൊക്കെ അകത്തോട്ട് കാണും, ഉള്ളിലേക്ക്. പക്ഷെ ഇപ്പം ഇവിടെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നു. ഞാൻ അതിൻ്റെ താഴേക്ക് പോയില്ല, കാരണം നനയുമല്ലോ. നമുക്ക് കുളിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പക്ഷെ അവിടെയൊക്കെ തെന്നുന്നുണ്ട്. ആ പാറയൊക്കെ ഇച്ചിരി സ്ലിപ്പറിയാണ്, ഉണ്ട്, റിസ്ക്കാണ്. റിസ്ക്കുള്ള പരിപാടിയൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ല. എന്ത് നല്ല വെള്ളം ഇത്, തണുത്ത വെള്ളം. കാണുമ്പോൾ അറിയില്ല, അതെ നോക്കിയേ എത്ര പ്യുവർ വാട്ടറാന്ന് നോക്കി. വാവ്, സോ നൈസ്. തണുത്ത വെള്ളത്തിലിങ്ങനെ ചവിട്ടി നടക്കാനൊരു സന്തോഷം. നമുക്ക് യാത്രാക്ഷീണമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള അരുവികളിലൂടെയൊക്കെ ചവിട്ടി നടക്കുകയാണെങ്കിൽ. സോ നൈസ്. ഇവിടെ ആൾക്കാർ തുണി അലക്കുന്നുണ്ടെന്ന് തോന്നി, കല്ലിൽ. അതിൻ്റെ അടയാളം കാണാം. വാവ്, ഒരു ചെറിയൊരു പ്രൈവറ്റ് കുളിക്കൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല പ്രൈവസി, ആരും ഒന്നും അറിയില്ല അവിടെ കുളിക്കുകയാണെങ്കിൽ. ഇതൊരു കുഞ്ഞു വാട്ടർഫോൾസ്, കുഞ്ഞു വാട്ടർഫോൾസ്. നോക്കി, സോ നൈസ്. നോക്കൂ, കളിച്ച് ഇവിടെ എത്തി. യെസ്, സോ നൈസ്. വെള്ളച്ചാട്ടത്തിൽ കൈ കാല് വെച്ചേക്കും. എൻ്റെ സ്കേർട്ടൊക്കെ നനഞ്ഞു, പക്ഷെ കുഴപ്പമില്ല. എന്തൊരു ഫ്രഷ് ഫീലിംഗ് ആണോ ദൈവമേ. പ്യുവർ വാട്ടർ, മലമുകളിൽ നിന്നും താഴേക്ക് ഒഴുകി വരുന്ന പ്യുവർ വാട്ടർ. നോക്കൂ, എന്ത് രസം. ഒരു കുട്ടി വാട്ടർഫോൾസ് ആണ്, കുട്ടി. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇത് കുട്ടി വലുതാകും. ഈ വെള്ളം ഇങ്ങനെ പോവുക പുറത്തോട്ട്. അയ്യോ, എൻ്റെ സാരിയുടെ ബാക്കാണ്. സത്യം പറഞ്ഞാൽ കുളിക്കാൻ തോന്നി. നമുക്കെല്ലാം കുളിക്കുന്നതായാലും മതി, ഇങ്ങനെ കോരി ഒഴിച്ച് കുളിക്കാം. ഇവിടെ ചെറുതായിട്ട് തെന്നലുണ്ടാവും. സോ നൈസ്. ചെരുപ്പില്ലാതെ നടക്കാക്കില്ല കേട്ടോ, കല്ലിൽ ചവിട്ടിയാലേ. ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ നേരം കൂടി ഇരിക്കാൻ തോന്നുന്നു. ഇവിടുത്തെ നമ്മൾ അന്വേഷിച്ച് വന്ന വലിയ വാട്ടർഫോൾസാണ്. അത് പക്ഷേ കുറച്ച് ഉള്ളിലേക്ക് നടക്കണം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും വേണ്ട. ഇവിടെ നോക്കിയ ഒരു മുസ്ലിം പള്ളി, ചെറിയൊരു പ്രാർത്ഥനാലയം കണ്ടോ, ചെറുതാണ് പക്ഷെ ഇവിടെ ഉണ്ട്. അത് ആ വെള്ളമാണ് ഒഴുകി താഴേക്ക് പോണേ. ഇതുവഴിയുണ്ട്. നമ്മൾ കല്ലേലി പാലം ക്രോസ് ചെയ്താണ് അങ്ങോട്ട് പോയത്. ആ സമയത്ത് ഇറങ്ങിയില്ല. ഇപ്പോൾ വാട്ടർഫോൾസിൽ നിന്നൊക്കെ നനഞ്ഞ് വരികയാണ്. അത് കല്ലേലി പാലത്തിലൂടെ ഒരു ആറാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അച്ചൻകോവിൽ ആറാണ്, ഇങ്ങനെ ഒഴുകുന്നത്. ഈ ആറിൻ്റെ തീരത്താണ് നമ്മുടെ ഊരാളി അപ്പൂപ്പൻ്റെ കാവ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ, പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മഴ ഓൺ ആൻഡ് ഓഫ് ഉണ്ടെങ്കിലും, പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായത്തിൽ അങ്ങനെ മഴ ഇപ്പോൾ ഇല്ല. അത് കാരണം വെള്ളം കുറവാണെന്നാണ്. പക്ഷേ ഭയങ്കര മഴയുള്ള സമയത്താണെങ്കിൽ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകും. നമ്മൾ അമ്പൂരിയിൽ പോയപ്പോൾ ഒരു വലിയ പാലത്തിലൂടെ നടന്നില്ലേ, അത്രയൊന്നും ഇല്ല ഇത്, പക്ഷേ രസമുണ്ട് അല്ലേ. വാവ്, അച്ചൻകോവിലാർ ഒഴുകുന്ന കാഴ്ച. ഇതിൻ്റെ ഡെപ്ത് അളക്കാനായിട്ട് അവിടെയൊക്കെ മാർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ വെള്ളം കൂടുമ്പോഴും കുറയുമ്പോഴും അലേർട്ടായിട്ട് നാട്ടുകാർക്ക് അലേർട്ട് കൊടുക്കാനായിട്ടുള്ള മാർക്കിങ്ങാണ് ആ ഭാഗത്തൊക്കെ കാണാം. ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ് വെള്ളത്തിൻ്റെ അളവ്. ഇതാണ് വെള്ളത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നതാണ് ഹൈറ്റ്. എത്ര പൊക്കത്തിലാണ് അത്. ഇങ്ങനെ കര കവിഞ്ഞൊഴുകുന്നൊരു സമയമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മഴയൊക്കെ വന്നിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു സമയമൊക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെ പറയും, കരയിലുള്ളവരെയൊക്കെ അലേർട്ട് ചെയ്യും. ആ ഹൈറ്റ് അവിടം വരെ വെള്ളം വരുന്ന സ്ഥലമാണിത്. ചുറ്റും കാണുന്ന നിബിഡമായ വനമാണ്, വനമേഖല. അച്ചൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചാണ് ഇതെല്ലാം തന്നെ.
ഇഷ്ടം പോലെ ആനയൊക്കെ എപ്പോഴും ഇറങ്ങുന്ന പറയുന്നത്. ഈ റോഡിലൊക്കെ ശരിക്കും അച്ചൻകോവിലേക്കുള്ള ആ വനപ്പാതയിലൂടെ സഞ്ചരിച്ചാൽ ആനയെ എനി ടൈം എൻകൗണ്ടർ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ആ റോഡ് മോശമായി കിടക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ ആണ് ഈ അച്ചൻകോവിലൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കുമല്ലോ ഇറങ്ങുന്നത്. കന്നുകാലികളൊക്കെ നടക്കുന്ന വഴിയാണ്, അത് കാരണം ഫുൾ ചാണകം നോക്കി നടക്കണം. അയ്യോ ഇതെന്തുവാ കിണർ പോലെ. അച്ചൻകോവിലാറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഡീപ്പായിട്ട് വെല്ല് പോലെ കാണുന്നു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. വലിയ 3 കിണറുകൾ കാണുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒഴുകി പോകുന്നു. ഊരാളി അപ്പൂപ്പൻ കാവ് ആ സൈഡിലേക്കാണ്, നമ്മളിപ്പോൾ നോക്കി നിൽക്കുന്ന ഡയറക്ഷനിലാണ്. ഈ വെള്ളമാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിലാണ് കാവ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അതായത് വെള്ളം കൂടുതലല്ലെങ്കിലും ഒഴുക്കുണ്ട്, നല്ല താഴ്ചയുണ്ടാവും, ചുഴികളുണ്ടാകും. നമുക്കറിയില്ല, നമുക്ക് ഫെമിലിയർ അല്ലല്ലോ ഈ കാര്യങ്ങളൊന്നും. ഇവിടുത്തെ നാട്ടുകാർക്കും കാട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ നല്ല അവയർനെസ് ഉണ്ടാവും എന്താണ് എവിടെയൊക്കെയാണ് ഡേഞ്ചർ സ്പോട്ട്സ് എന്നൊക്കെ. അപ്പോൾ തിരിച്ചു കയറുന്നു. ഓക്കെ, ഇനി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഞാൻ യാത്ര മുന്നോട്ട് തുടരുന്നത്. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ വരാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ ഞാൻ കോന്നി പരിസരത്താണുള്ളത്, പത്തനംതിട്ട ജില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ കാഴ്ചകൾ കാണാം. അതുവരെ